സർക്കാർ ഇത് കാണണം. നെല്ല് സംഭരണത്തിന് പരിഹാരമില്ലേ? കിലോ കണക്കിന് നെല്ല് കെട്ടിക്കിടന്ന് നശിക്കുന്നു. കൊയ്ത്ത് നിർത്തി. പ്രതിഷേധം ശക്തമാക്കാൻ കർഷകർ. PM ശ്രീ പദ്ധതി പിന്മാറ്റത്തിന് പിന്നാലെ പുതിയ നീക്കവുമായി കേന്ദ്രം. SSK ഫണ്ടിന് പുതിയ പ്രപ്പോസൽ നൽകാൻ കേരളത്തോട് ആവശ്യപ്പെട്ടു. വി ശിവൻകുട്ടിയെ വീട്ടിലെത്തി കണ്ട് GR അനിൽ. അങ്ങനെ ഞങ്ങളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ലേ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ വിഷയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് നമ്മൾ പറയില്ലേ. ചട്ടിങ്കലമാകുമ്പോൾ തട്ടിമുട്ടിയില്ല കിടക്കും. അതിന് വേറെ കാര്യമൊന്നും. വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ച നേതാക്കളോട് വിശദീകരണം തേടി CPI. കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടു നൽകിയത് കായിക മന്ത്രിയുടെ ഇടപെടലിൽ. കൈമാറ്റം ധാരണാപത്രമില്ലാതെ രേഖകൾ ന്യൂസ് 18. GCDA ചെയർമാനും സ്പോൺസർക്കുമെതിരെ പരാതി നൽകി കോൺഗ്രസ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ഗ്രേസ് മാർക്ക് നൽകാനുള്ള വിചിത്ര നീക്കവുമായി കേരള സർവകലാശാല. യൂണിയൻ ഭാരവാഹികൾക്ക് 5% ഗ്രേസ് മാർക്കിന് ശുപാർശ. നാളത്തെ സിൻഡിക്കേറ്റിൽ ചർച്ചയാകും. നടപ്പാക്കരുതെന്ന് VC-ക്ക് കത്ത് നൽകി സേവ് യൂണിവേഴ്സിറ്റി ഫോറം. തെരഞ്ഞെടുപ്പിനൊരുങ്ങി KPCC. കോർ കമ്മിറ്റിക്ക് രൂപം നൽകി ഹൈക്കമാൻഡ്. കമ്മിറ്റിയിൽ 17 അംഗങ്ങൾ. നയിക്കാൻ ദീപാദാസ് മുൻഷി. പുതൻവേലിക്കര മോളി വധക്കേസിൽ പ്രതിക്ക് വധശിക്ഷയില്ല. പരിമൾ സാഹുവിനെ വെറുതെ വിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. കൊട്ടാരക്കര കോടതിയിൽ നിന്ന് പോക്സോ കേസ് പ്രതി ചാടിപ്പോയി. കൊച്ചിയിൽ വൻ സൈബർ തട്ടിപ്പ്. ഓപ്പറേഷൻ സൈഹണ്ടിൽ 3 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണ ആവേശത്തിൽ ബീഹാർ. പ്രകടന പത്രിക പുറത്തിറക്കി NDA സഖ്യം. 1 കോടി തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം. 125 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യം. വോട്ടുറപ്പിക്കാൻ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത്. ആദ്യഘട്ട പ്രചാരണം അവസാനിക്കാൻ ഇനി വെറും 4 നാൾ. മെൽബൺ 2020 അടിതെറ്റി ടീം ഇന്ത്യ. നിരാശപ്പെടുത്തി ബാറ്റർമാർ. ഓസ്ട്രേലിയയുടെ ജയം 4 വിക്കറ്റിന്. ഹേസൽവുഡിന് 3 വിക്കറ്റ്. വാർത്തകളിലേക്ക് വിശദമായി നോക്കാം. നെല്ല് സംഭരണത്തിൽ പ്രതിസന്ധി തുടരുകയാണ്. പാടശേഖരങ്ങൾക്ക് ചുറ്റും കിലോമീറ്ററുകളോളം നെല്ല് കൂടിക്കിടക്കുന്ന കാഴ്ചയാണ്. സംഭരണ പ്രതിസന്ധി കാരണം കൊയ്യാൻ പാകമായ പാടശേഖരങ്ങളിൽ കർഷകർ കൊയ്ത്തിന് തയ്യാറാകുന്നില്ല. സംഭരണം ഇനിയും വൈകിയാൽ ആലപ്പുഴയിലെ പൂന്തൂരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നെല്ല് നടു റോട്ടിൽ വിരിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം. നെല്ല് സംഭരണ വിഷയത്തിൽ കാർഷിക മേഖലയിൽ ഇപ്പോഴും പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. കുട്ടനാട് പൂന്തുര പാടശേഖരം, അതായത് പുന്നപ്ര പൂന്തുര പാടശേഖരം അടക്കമുള്ള ഇടങ്ങളിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ റോഡരികിൽ നെല്ല് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇത് എടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനവും ആയിട്ടില്ല എന്നുള്ളതാണ്. വലിയ പ്രതിഷേധം കർഷകരിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. വരും ദിവസങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നും കർഷകർ പറയുന്നുണ്ട്. കാരണം നെല്ല് സംഭരിക്കാൻ മറ്റു മാർഗങ്ങളില്ല. സംഭരണ ഇടങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ റോഡരികിലാണ് നെല്ല് സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. പല ഇടങ്ങളിലും അത് കിളിർപ്പ് വന്നു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടം കർഷകർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അവർ ഭയക്കുന്നത്. അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വലിയ കിഴിവാണ് ഇപ്പോൾ മില്ലുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കിഴിവിൽ അത്രയും നഷ്ടം സഹിച്ചുകൊണ്ട് കർഷകർക്ക് നൽകാനാവില്ല എന്നുള്ളതാണ്. തുടർന്നുള്ള കൃഷിയെ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് ഈ വിഷയങ്ങൾ എത്തുമെന്നും കർഷകർ പറയുന്നുണ്ട്. എന്തായാലും പൂന്തുര പാടശേഖരത്തിൽ 250 ഏക്കർ ഉള്ള കൃഷി ചെയ്ത നെല്ലാണ് ഇപ്പോൾ കൊയ്ത എടുത്തിരിക്കുന്നത്. അത് തന്നെ ഇപ്പോൾ ദിവസേന കൂലി നൽകി കർഷകർ ഈ നെല്ല് ഉണക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മഴയുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈർപ്പം വലിയ പ്രതിസന്ധി കർഷകർ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ കൂലി ഇനത്തിൽ തന്നെ വലിയ തുകയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരും മില്ലുടമകളുമായിട്ടുള്ള വിഷയങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ നെല്ലെടുക്കാൻ തയ്യാറായി വന്നിട്ടുള്ള ആളുകൾ വലിയ കിഴിവ് ചോദിക്കുന്നത് കർഷകരിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു കിഴിവിൽ തങ്ങൾ നഷ്ടം സഹിച്ച നെല്ല് നൽകാനാവില്ല എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നാണ് നെൽകർഷക സമിതി ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. സപ്ലൈകോയ്ക്ക് കൊടുത്ത അളവ് പരിശോധിച്ചാൽ 5.8 ലക്ഷം മെട്രിക് ടണ്ണ എന്ന് പറഞ്ഞാൽ 2,06,879 കർഷകരുണ്ടായിരുന്നു. ഇനി 100% കർഷകരും അതിദരിദ്രരാണ്. ഈ കണക്കുകൾ പരിശോധിച്ചാൽ
അപ്പൊ ഞങ്ങൾ ഇവിടെ വേണ്ട എന്ന് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് ഞങ്ങൾ സംശയിച്ചാൽ ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? പാടശേഖരങ്ങൾ തൽസ്ഥിതി തുടരുന്നു. അതിനോടൊപ്പം തന്നെ പല പാടശേഖരങ്ങളും വിളവെടുപ്പിന് പാകമായി നിൽക്കുകയാണ്. പക്ഷേ നെല്ല് കൊയ്യാനായി കർഷകർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കാരണം കൊയ്തെടുത്ത് കഴിഞ്ഞാൽ അത് സംരക്ഷിക്കാൻ സാഹചര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഇപ്പോൾ നിലവിൽ പാടങ്ങൾ തന്നെയാണ് നെല്ല് ഉള്ളത്. അത് കൊയ്തെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സംരക്ഷിക്കാനുള്ള ഇടങ്ങളില്ല. ആ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഇപ്പോൾ പാടശേഖരങ്ങൾ തന്നെ കൊയ്ത്ത് നടത്താതെ നെല്ല് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതും തുടരാനാവാത്ത സാഹചര്യമുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ആ നെല്ല് കൊഴിഞ്ഞു തുടങ്ങും. അതായത് ഇപ്പോൾ പാടശേഖരങ്ങൾ നെൽച്ചെടികളുള്ള നെല്ല് കൊഴിഞ്ഞു തുടങ്ങും. അതും വലിയ പ്രശ്നം സൃഷ്ടിക്കും. കാലാവസ്ഥ ഒരു ഭാഗത്ത്, ഒപ്പം തന്നെ മില്ലുടമകളുടെ വാശി മറ്റൊരു ഭാഗത്ത് തുടരുകയാണ്. ഇതിനിടയിലെല്ലാം പെട്ട് കർഷകരാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മാസം മുമ്പ് തന്നെ കൃഷി ഇറക്കുന്നതും വിത്ത് ഇറക്കുന്നതും എന്ന് കൊയ്യും എന്നതിനെ സംബന്ധിച്ചുമുള്ള കൃത്യമായ രജിസ്ട്രേഷൻ രേഖകളിലൂടെയാണ് കർഷകർ കൃഷിയിലേക്ക് കടന്നിരുന്നത്. പക്ഷേ ഈ 3 മാസങ്ങളിലൊന്നും ഈ എങ്ങനെ നെല്ലെടുക്കും, സംഭരണം എങ്ങനെയാണ്, എന്താണ് അതിന്റെ അളവുകോൽ എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കൊയ്ത്ത് കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ തർക്കങ്ങൾ ഉടലെടുക്കുകയും നെല്ല് സംഭരിക്കാൻ മില്ലുകൾ, സ്വകാര്യ മില്ലുകൾ തയ്യാറാകാതെ വരികയും സർക്കാർ അതിനകത്ത് ചർച്ച പരാജയപ്പെടുകയും ചെയ്യുന്നത് കർഷകരെ ചൂഷണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ തുടരുകയും ചെയ്യുന്നത്. പാടശേഖരങ്ങളിൽ കിടക്കുന്ന നെല്ലുകൾ വളരെ കുറഞ്ഞ അളവിൽ, അതായത് വലിയ കിഴിവ് നൽകിക്കൊണ്ട് സ്വകാര്യ മില്ലുകൾക്ക് വിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് കർഷകരെ സർക്കാർ തള്ളിവിടുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ കുട്ടനാടും സംസ്ഥാനത്തൊട്ടുകയും ഉള്ളത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. നവംബറിൽ ക്ഷേമ പെൻഷൻ 3600 രൂപ ലഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നേരത്തെ ഉണ്ടായ കുടിശ്ശികയിലെ അവസാന ഗഡുവും വർദ്ധിപ്പിച്ച 2000 രൂപ പെൻഷനും ഉൾപ്പെടെയാണ് അടുത്ത മാസം ലഭിക്കുക. ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി. PM ശ്രീ ധാരണാപത്രത്തിൽ നിന്ന് പിന്നോട്ടു പോയതിന് പിന്നാലെ SSK ഫണ്ട് വാങ്ങാൻ പുതിയ നീക്കവുമായി കേരളം. SSK ഫണ്ട് അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ധീരജ് സാഹു IAS-ഉമായി മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തി. SSK ഫണ്ട് അനുവദിക്കണമെങ്കിൽ വീണ്ടും പ്രപ്പോസൽ സമർപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. VV അരുണിന്റെ റിപ്പോർട്ടാണ്. PMC കരാർ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകാനാണ് CPM-ന്റെയും CPI-യുടെ നേതൃയോഗങ്ങൾ ധാരണയായത്. സംസ്ഥാന മന്ത്രിസഭാ യോഗം അതനുസരിച്ച് കത്ത് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രിയെ ചുമതലപ്പെടുത്തി. അതിനിടയിലാണ് അടുത്തൊരു നീക്കമുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് അർഹമായ വിദ്യാഭ്യാസ വിഹിതം, SSK ഫണ്ടിൽ ലഭിക്കേണ്ട വിഹിതം അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും കേന്ദ്രത്തെ സമീപിച്ചത്. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ഒരു വിദ്യാഭ്യാസ യോഗത്തിനിടയിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ധീരജ് സാഹുവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സെക്രട്ടറി K വാസുകിയും കൂടിക്കാഴ്ച നടത്തിയത്. SSK ഫണ്ട് വിഹിതം സംസ്ഥാനത്തിന്റെ 1200 കോടിയോളം രൂപ സംസ്ഥാനത്ത് കിട്ടാനുണ്ട്. ഇത് അടിയന്തരമായി റിലീസ് ചെയ്യണമെന്നാണ് മന്ത്രി ആവശ്യപ്പെട്ടത്. അതിനായി പ്രത്യേക പ്രപ്പോസൽ സമർപ്പിക്കാൻ വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഏതായാലും PMCയിൽ നിന്ന് പിന്മാറിയാലും കരാർ മരവിപ്പിച്ചാലും സംസ്ഥാനത്ത് കിട്ടേണ്ട വിഹിതം കിട്ടിയേ മതിയാകൂ എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാരുള്ളത്. അത് കേന്ദ്രത്തെ ഇപ്പോൾ ഔദ്യോഗികമായി വീണ്ടും അറിയിക്കും. അതിനുശേഷവും കേന്ദ്രം അനുകൂല നിലപാടെടുത്തില്ലെങ്കിൽ പിന്നീട് നിയമ നടപടി അടക്കം ഇടതുമുന്നണിയും സർക്കാരുമൊക്കെ ആലോചിക്കുന്നുമുണ്ട്. ഏതായാലും PMC പദ്ധതി ഇതുവരെ ഒരു കത്ത് കേന്ദ്രത്തിന് അയച്ചിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഖത്തറിലാണ്. അദ്ദേഹം തിരികെ വന്ന ശേഷം ആ കത്ത് കേന്ദ്രത്തിന് കൈമാറും. പദ്ധതി മരവിപ്പിക്കണം, പദ്ധതിയിലെ കരാർ മരവിപ്പിക്കണം ആവശ്യപ്പെട്ടാണ് ഈ കത്ത് നൽകുക. സംസ്ഥാനത്തെ ഒരു മന്ത്രിസഭാ ഉപസമിതി, 7-അംഗ മന്ത്രിസഭാ ഉപസമിതി ഇതിനുവേണ്ടി ഇക്കാര്യം പഠിക്കാൻ നിയോഗിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് വരുന്നതുവരെ കരാർ മരവിപ്പിക്കണമെന്ന ആവശ്യമാകും സംസ്ഥാനം കേന്ദ്രത്തിന് മുമ്പാകെ വയ്ക്കുക. അങ്ങനെ ആ കരാർ മരവിപ്പിക്കുകയാണെങ്കിൽ SSK ഫണ്ട് അടക്കം സംസ്ഥാനത്ത് ലഭിക്കുമോ എന്ന കാര്യത്തിലും ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. PM ശ്രീയിൽ പിണക്കം തീർത്ത് മന്ത്രിമാർ. വി ശിവൻകുട്ടിയെ GR അനിൽ വീട്ടിലെത്തി കണ്ടു. മന്ത്രി GR അനിൽ നടത്തിയ പ്രസ്താവനയിൽ ശിവൻകുട്ടി അതൃപ്തി പരസ്യമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. CPI നിർദ്ദേശപ്രകാരമായിരുന്നു അനിൽ ശിവൻകുട്ടിയെ കാണാൻ എത്തിയതെന്നാണ് സൂചന. PM ശ്രീയിൽ വിവാദങ്ങളെല്ലാം അവസാനിച്ചെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. അതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരം എനിക്കില്ല. നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതി അതിൽ ക്യാബിനറ്റ് തീരുമാനപ്രകാരമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. അതിനുശേഷം കാര്യങ്ങൾ ക്യാബിനറ്റ് തീരുമാനിക്കും. ഈ സമിതിയുടെ ആദ്യ യോഗം എന്തെങ്കിലും നിശ്ചയിച്ചിട്ടില്ല. ഈ കരട് തയ്യാറാക്കിയിട്ടുണ്ട്. കൊടുക്കേണ്ട കൊടുക്കേണ്ട അത് തീർച്ചയായിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. എല്ലാം സന്തോഷത്തോടു കൂടിയാണ്, ഐക്യത്തോടു കൂടിയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ
അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ പരിശ്രമിക്കേണ്ട നടക്കില്ല. ഞങ്ങൾ പരിശ്രമിക്കുന്നില്ല. നിങ്ങൾക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഒരു പ്രശ്നമില്ല. നമ്മളൊരു വീടാകുമ്പോ ചട്ടിയും കലവും നാട്ടുപ്രദേശങ്ങളിലും തട്ടിയും മുട്ടിയും കിടക്കുന്നു ആരോഗ്യത്തിലുണ്ടാവും. PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചതിൽ CPI നടപടി. കണ്ണൂർ ജില്ലയിലെ 2 നേതാക്കൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. കൈവിട്ട പ്രതിഷേധത്തിന്റെ സാഹചര്യം വ്യക്തമാക്കണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട്. AYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KV രജീഷിനും നോട്ടീസ് നൽകി. ജില്ലാ സെക്രട്ടറി സാഗർ KVയോട് വിശദീകരണം ആവശ്യപ്പെട്ടു. PM ശ്രീ ഒപ്പിട്ട ശേഷം പിൻവലിക്കാനുള്ള നീക്കം കാപട്യമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കരാർ ഒപ്പിട്ട പദ്ധതി വേണ്ട എന്ന് പറയാൻ കത്ത് കൊടുത്താൽ കടലാസിന്റെ വിലയാകും. 2 സർക്കാരുകളെയും ജനങ്ങൾ തെരഞ്ഞെടുത്തതാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. ഒപ്പുവെക്കുകയും ചെയ്യും. അപ്പോൾ ഒപ്പുവെച്ച ഒരു സർക്കാർ പിന്മാറുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും എഗ്രിമെന്റ് ഒപ്പുവെച്ചാൽ അത് കത്ത് കൊടുത്താൽ മതി. സാധാരണക്കാരന് മനസ്സിലാകുന്നതല്ലേ എഗ്രിമെന്റ് വെക്കുന്നത്. വെറുതെ കത്ത് കൊടുക്കുക അല്ല ചെന്നിട്ട് ഇനി എനിക്ക് പറ്റിയല്ല എന്ന് പറയുന്ന പോലെയല്ലേ. കത്തിന് കടലാസിന്റെ വിലയല്ലേ ഉള്ളൂ. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുന്ന പോലെയുള്ളൂ. അതിന് കടലാസിന്റെ വിലയേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഇതിൻ്റെ 2ന്റെ ആനുകൂല്യവും കിട്ടാൻ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അവകാശമുണ്ട്. അത് തടയാൻ ഇവർക്കെന്താണ് അവകാശം? ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ 2 സർക്കാരുകൾ വന്നത് കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ തിരഞ്ഞെടുത്തിട്ടാണല്ലോ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ പാവപ്പെട്ട വിദ്യാർത്ഥികളെ അവർ വഞ്ചിക്കുകയാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടില്ല. തൊട്ടടുത്ത സ്കൂളിൽ പോകുന്ന കേന്ദ്ര സിലബസ് പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് ഈ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ ഗുണം കിട്ടും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം AK ആന്റണിയുടെ പദ്ധതിയെന്ന പ്രതിപക്ഷവാദം തെറ്റാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഇങ്ങനെ ഒരു പദ്ധതി UDF സർക്കാർ നടപ്പിലാക്കിയിരുന്നു എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. എല്ലാ പദ്ധതികളെയും പോലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും സുതാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. നടപ്പിലാക്കിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ അറിയുന്നത് നല്ലത്. അതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. കാരണം ഇതുവരെ ആരും പറയുന്നത് കേട്ടിട്ടില്ല. പ്രഖ്യാപനം വരുന്നപ്പോൾ 4 വർഷമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം കഴിഞ്ഞ നിയമസഭയിൽ എലക്ട് ചെയ്യപ്പെട്ടിട്ട് ആദ്യത്തെ ക്യാബിനറ്റിൽ മന്ത്രിമാരായ ആദ്യത്തെ ക്യാബിനറ്റിൽ പോകുമ്പോൾ അന്ന് വെച്ചൊരു അജണ്ടയാണ് അതിദാരിദ്ര്യത്തെ സംബന്ധിച്ച് നമ്മൾ പഠനം നടത്തണം, അത് പരിഹരിക്കാനുള്ള നടപടി വേണം. അപ്പോൾ അത് സംബന്ധിച്ച് സർവേ നടന്നു. സർവേ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘമായ ഒരു സർവേ എടുത്തിട്ടാണ്, 5-6 മാസം എടുത്തിട്ടാണ്, 1 വർഷം വരെ എടുത്തത്. ജില്ലാ തലത്തിൽ അതിൻ്റെ പഠനം നടന്നു. ബഡ്ജറ്റ് വന്നപ്പോൾ അതിനകത്ത് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം പഠനം വെച്ചു. അന്ന് ME ഗോവിന്ദൻ മാഷാണ് വകുപ്പിൻ്റെ മന്ത്രി. അതിനുശേഷം ശ്രീ MB രാജേഷ് വന്നു. ഈ സമയത്തൊക്കെ ഓരോ ഘട്ടങ്ങളിലും ബഡ്ജറ്റിൽ തന്നെ പ്രത്യേക പ്രൊവിഷൻ വെച്ചു. അതിദാരിദ്ര്യത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെ വിലയിരുത്തൽ തന്നെ പിന്നെ കേരളത്തിൻ്റെ രീതി സങ്കീർണമാണ്. വെറും ഭക്ഷണം കിട്ടുന്ന മാത്രമൊന്നുമല്ല അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയുകയാണ്. പ്രഖ്യാപനം തട്ടിപ്പെന്ന് 4.5 ലക്ഷം അതിദരിദ്രർ ഉണ്ടെന്നാണ് കണക്ക്. ഇത് 64,000 ആയതിന്റെ മാനദണ്ഡം എന്താണെന്ന് സതീശൻ ചോദിച്ചു. ഈ പട്ടികജാതിക്കാര് കേരളത്തിൽ എത്ര പേരുണ്ട്? പട്ടിക വർഗ കുടുംബങ്ങൾ തന്നെ എത്ര പേരുണ്ട്? 2011 സെൻസസ് പ്രകാരം 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി 4.85 ലക്ഷം ആദിവാസികളുണ്ട് കേരളത്തിൽ. ഇവരുടെ ഈ കണക്കിൽ 6,400 പേരെ പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെട്ടിട്ടുള്ളത്? ആദിവാസികളുടെ വിഭാഗത്തിൽ ഈ 4.85 ലക്ഷം പേര് വരുന്ന ആദിവാസികൾ, 1.16 ലക്ഷം കുടുംബങ്ങൾ, അതിലെ 6,400 കുടുംബം ഒഴിച്ചുള്ള ബാക്കിയുള്ളവരെല്ലാം സേഫാണോ? വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിടം, വരുമാനം, ഇക്കാര്യത്തിൽ ബാക്കിയുള്ള കേരളത്തിൽ ജീവിക്കുന്ന ബാക്കി വരുന്ന ഈ 1,10,10,000-ലധികം വരുന്ന കുടുംബങ്ങൾ സേഫാണോ? ആ കാറ്റഗറിയിലൊന്നും വരില്ല ഇവരാരും. ഒരു മാനദണ്ഡവും ഇല്ലാതെ ഇവരൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റെല്ലാം ക്ലിയർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശന് മന്ത്രി P രാജീവിന്റെ മറുപടി. കേരളത്തിന് നല്ലത് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണ്. ഈ നേട്ടം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും മന്ത്രി P രാജീവ് പ്രതികരിച്ചു.
അദ്ദേഹം പഠിക്കുന്ന ആളല്ലേ. ഇത്രനാൾ നിയമസഭയിൽ ഇരുന്നിട്ട് അദ്ദേഹം എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒരു കാര്യം, കേരളത്തിൽ ഒന്നും നല്ലത് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കൂടെയുണ്ട്. അത് പ്രതിപക്ഷ നേതാവും എല്ലാം അദ്ദേഹം എതിരായിട്ടാണ് വയ്ക്കാറുള്ളത്. ഇപ്പോൾ വന്നിട്ടുള്ള ചില വിദഗ്ധർ അവർ കയ്യിൽ അവൈലബിളായ രേഖകളെങ്കിലും വായിച്ചു നോക്കേണ്ടതില്ല. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാകുന്നതിൽ സർക്കാരിനെ വിമർശിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ രാഷ്ട്രീയ പ്രചാരവേലയുടെ വക്താക്കളെന്ന് മന്ത്രി എം പി രാജേഷ്. 5 വർഷം മുൻപേ തയ്യാറാക്കിയ മാർഗരേഖ അനുസരിച്ചാണ് അതിദരിദ്രരെ കണ്ടെത്തുകയും അവരെ സർക്കാർ സഹായിക്കുകയും ചെയ്തത്. അന്ന് ഉയരാത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ ഉന്നയിക്കുന്നത്. ക്രെഡിറ്റ് മോദി ഗവൺമെന്റിനാണെന്ന വാദത്തിനെതിരെയും മന്ത്രി രംഗത്തെത്തി. ബഹുമാന്യരായ വിദഗ്ധരോടും വിനീതമായിട്ട് പറയാനുള്ളത്, ഇതുപോലുള്ള കാര്യങ്ങളെ ഇത്രമാത്രം ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ പാടില്ല. വസ്തുതകൾ മനസ്സിലാക്കി അത് മനസ്സിലാക്കാൻ ശ്രമിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നത് വളരെ വിനയത്തോടുകൂടി അവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതൊരു പ്രചാരവേലയാക്കുന്നതും അസ്വീകാര്യമാണ്. രാഷ്ട്രീയ പ്രചാരവേലയുടെ വക്താക്കളായി മാറുന്നതും അസ്വീകാര്യമാണ് എന്ന് വിനീതമായിട്ട് ഞാൻ പറയട്ടെ. ക്ഷേമ പെൻഷൻ കൂട്ടിയത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ജനം അർഹിക്കുന്ന അവജ്ഞയോടെ അവഗണിക്കും. ആശമാരുടെ അവകാശങ്ങൾക്കായുള്ള സമരം തുടരും. ആശമാർക്ക് പ്രഖ്യാപിച്ച 1000 രൂപ വർധന അപര്യാപ്തമാണ്. പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും പിന്തുണയിൽ സമരം തുടരുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അത് തീർത്തും അപര്യാപ്തമാണ്. ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, അതിലവർക്ക് യാതൊരു തൃപ്തിയുമില്ല. സമരത്തിൻ്റെ രീതി പലപ്പോഴും സമര സംഘടനകൾ മാറ്റാറുണ്ട്. അവരാലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനിയും അവരുടെ സമരം ജനങ്ങളുടെ പിന്തുണയോടെ, പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ ഇനിയും തുടരും. അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഒരുപക്ഷെ മാറ്റം ഉണ്ടാകും. സർക്കാർ ഈ സമരത്തെ അധിക്ഷേപിക്കാനും അവഗണിക്കാനുമാണ് ആദ്യം മുതൽ ശ്രമിച്ചത്. എന്നാൽ ജനങ്ങൾക്കെല്ലാം അതിന് പൂർണ്ണമായിട്ടും സമരത്തിന് പിന്തുണ നൽകിയിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. എന്തായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രിക സമയത്ത് LDFൻ്റെ വാഗ്ദാനം? ക്ഷേമ പെൻഷൻ 2500 ആക്കുന്നായിരുന്നു. റബ്ബർ സബ്സിഡി 250 ആക്കുന്നായിരുന്നു. എത്ര കൊല്ലം കഴിഞ്ഞു? 4.5 കൊല്ലം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നാമമാത്രമായ വർധനവ് അത് ജനങ്ങൾക്ക് ഒരിക്കലും സ്വീകാര്യമല്ല, സംതൃപ്തമല്ല. ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണിത്. അത് അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ ജനങ്ങളെ വിലയിരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അർജന്റീനയുടെ മത്സരത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന് തെളിയിക്കുന്ന രേഖകൾ ന്യൂസ് 18. സ്പോൺസർക്ക് SKF കരാറില്ലാതെ സ്റ്റേഡിയം വിട്ടു നൽകിയെന്ന് രേഖകളിൽ വ്യക്തമാണ്. കായിക വകുപ്പിന് നിർദ്ദേശങ്ങളുള്ള കത്തിന്റെ പകർപ്പാണ് പുറത്തുവന്നത്. ധാരണാപത്രമില്ലാതെ സ്റ്റേഡിയം കൈമാറിയെന്ന് വ്യക്തമാക്കുന്നതാണ് രേഖകൾ. കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം അറ്റകുറ്റപ്പണികൾക്കായി വിട്ടുകൊടുത്തത് ആരുടെ അനുമതിയോട് കൂടിയാണ്, ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നായിരുന്നു. പക്ഷെ അതിന് ഒരു കൃത്യത വരികയാണ്. അത് കായികമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് GCDA കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടുകൊടുത്തത് എന്നുള്ള ഒരു വിശദാംശങ്ങൾ പുറത്തുവരികയാണ്. അതുമായി ബന്ധപ്പെട്ട രേഖ പുറത്തുവരികയാണ്. കായിക മന്ത്രി ഇത്തരത്തിൽ നിർദ്ദേശിച്ചിരുന്നത്, അതായത് സ്പോൺസർക്ക് സ്റ്റേഡിയം വിട്ടുകൊടുക്കുക, സ്റ്റേഡിയവുമായി ചുറ്റുവട്ടത്തുള്ള ഭാഗങ്ങളും അറ്റകുറ്റപ്പണികൾക്കായി വിട്ടു നൽകാൻ കായിക മന്ത്രി നിർദ്ദേശിച്ചു. അതേസമയം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള ഒരു ത്രികക്ഷി കരാർ വേണമെന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നുള്ള യോഗത്തിൽ തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനത്തിന് ശേഷം കരാറിനുള്ള ആപ്ലിക്കേഷൻ നൽകിയതല്ലാതെ കരാർ ഒപ്പുവെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ കരാറുണ്ടോ, കരാറിൻ്റെ മറ്റ് ഇടപാടുകൾ എന്തൊക്കെയാണ്, അതിലെ മറ്റ് നിബന്ധനകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളോ ഒരു വ്യക്തതയുമില്ലാതെ ഇപ്പോഴും തുടർന്ന സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്റ്റേഡിയം വിട്ടുകൊടുക്കണം എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് GCDA സ്റ്റേഡിയം അറ്റകുറ്റപ്പണികൾക്കായി സ്പോൺസർക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത് എന്നുള്ള രേഖകളാണ് പുറത്തുവരുന്നത്. ഇത് മാത്രമല്ല, 70 കോടിയുടെ കരാറെന്ന് പറയുമ്പോൾ 70 കോടിയുടെ അറ്റകുറ്റപ്പണികളുടെ ഈ 70 കോടി മുന്നോട്ട് വെച്ചിരിക്കുന്നതിൻ്റെ ബ്രേക്കപ്പ് എന്തൊക്കെയാണ്, അതിൻ്റെ അതായത് അതിൻ്റെ ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ എക്സ്പെൻഡിച്ചർ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാറുണ്ട്. അത് മാത്രമല്ല, ഈ എസ്റ്റിമേറ്റിൻ്റെ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് 125 കോടി രൂപ മുടക്കുമുതലിൽ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം, അതായത്
ഉയർന്ന നിലവാരത്തിലുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള പണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 125 കോടിയാണ് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിൽ 70 കോടി രൂപയുടെ ആവശ്യകത എന്താണ്, അത് ഏതൊക്കെ തരത്തിലാണ് ചെലവഴിക്കപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ സ്പോൺസർ ഇനി വ്യക്തത നൽകാറുണ്ട്. എന്നിരുന്നാലും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കരാറുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ GCDAക്ക് കായിക മന്ത്രാലയം നൽകിയിരിക്കുന്ന, കായിക മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ സ്റ്റേഡിയം അറ്റകുറ്റപ്പണികൾക്കായി നൽകണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. കലൂർ സ്റ്റേഡിയം കൈമാറ്റത്തിൽ GCDA ചെയർമാനും സ്പോൺസർക്കുമെതിരെ പരാതി നൽകി കോൺഗ്രസ്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. പൊതുസ്വത്ത് കയ്യേറി അനധികൃത നിർമ്മാണം നടത്തിയെന്നാണ് പരാതി. കേരള സർവകലാശാലയിൽ കോളേജ് യൂണിയൻ ഭാരവാഹികൾക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ ശുപാർശ. യൂണിയൻ പ്രവർത്തനം അടിസ്ഥാനമാക്കി 5% വരെ ഗ്രേസ് മാർക്ക് നൽകാനാണ് ശുപാർശ. നാളെ കൂടുന്ന സിൻഡിക്കേറ്റ് യോഗത്തിന്റെ പരിഗണനയ്ക്ക് ഈ വിഷയം എത്തും. പുതുതായി ആരംഭിച്ച 4A ഡിഗ്രി പ്രോഗ്രാം അഥവാ 4 വർഷത്തെ ബിരുദ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുന്നത് ഏത് രീതിയിലായിരിക്കണം, അതിന്റെ മാനദണ്ഡങ്ങൾ എന്തെങ്കിലും ആയിരിക്കണം എന്ന് നിർദ്ദേശം നൽകാനായിട്ട് ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി ഒരു സബ് കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കം ഉൾപ്പെട്ട ഈ സബ് കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു വിചിത്രമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ വിവിധ ഭാരവാഹികൾക്ക് ഈ ഒരു യൂണിയൻ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേസ് മാർക്ക് നൽകണമെന്നാണ് അത്തരത്തിലൊരു നിർദ്ദേശമാണ് ഈ സബ് കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 5% വരെ ഗ്രേസ് മാർക്ക് നൽകണം. അതായത് യൂണിയൻ പ്രവർത്തനം ഏറ്റവും മികച്ചതായി കാണിക്കുന്ന ഈ ഒരു ചെയർപേഴ്സൺ ആയിക്കോട്ടെ, മറ്റ് ഭാരവാഹികളായിക്കോട്ടെ, അവർക്ക് 5% വരെ ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് നൽകണം എന്നാണ് ഈ ഒരു നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന മറ്റ് യൂണിവേഴ്സിറ്റികളടക്കം ഉണ്ടായിരുന്നത് ഈ ഒരു കലാകായിക രംഗത്ത് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് പലതരത്തിൽ ഗ്രേസ് മാർക്കുകൾ നൽകുക. അതായത് നാഷണൽ ലെവലായിക്കോട്ടെ, സ്റ്റേറ്റ് ലെവലായിക്കോട്ടെ, അത്തരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾക്ക് ആ പ്രകടനവുമായി ബന്ധപ്പെട്ട് ക്ലാസുകൾ മിസ്സാവുമ്പോഴും മറ്റ് പരീക്ഷയിൽ മോശം പ്രകടനം ഒക്കെ കാഴ്ചവെക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് മറികടക്കാൻ വേണ്ടി മറ്റുമാണ് ഗ്രേസ് മാർക്ക് നൽകി തുടങ്ങിയത്. പക്ഷേ ഈ ഇത്തരത്തിലൊരു കോളേജ് യൂണിയന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് അടിസ്ഥാനപ്പെടുത്തി ഗ്രേസ് മാർക്ക് നൽകുക എന്ന് പറയുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ഈ ഒരു 4 ഡിഗ്രി പ്രോഗ്രാമിൽ ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് നൽകണമെന്നൊരു നിർദ്ദേശമുണ്ടെന്നാണ് ഇവരുടെ വാദം. ഇതിനൊപ്പം തന്നെ ഇത് എന്തിന്റെ മാനദണ്ഡത്തിലായിരിക്കും ഈ ഒരു മാർക്ക് നൽകുക, അതായത് ഈ യൂണിയൻ മികവ് ആര് പരിശോധിക്കും, എത്തരത്തിലായിരിക്കും ഇത് അളക്കപ്പെടുക, ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല ഇനി നാളെ നടക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത് ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് കൂടുതൽ ഗവർണറുടെ പരിഗണനയിലേക്ക് വിടാനുള്ള ഒരു സാധ്യതയും വൈസ് ചാൻസലർ ഇത്തരത്തിൽ ഗവർണറുടെ പരിഗണനയിലേക്ക് വിടാനുള്ള സാധ്യത അടക്കം മുന്നോട്ട് കാണുന്നുണ്ട്. പക്ഷേ നാളത്തെ നിർണായക യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. KPCC കോർ കമ്മിറ്റിക്ക് രൂപം നൽകി കോൺഗ്രസ് ഹൈക്കമാൻഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് 17-അംഗ കോർ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. മുൻ KPCC അധ്യക്ഷന്മാർ, പ്രവർത്തക സമിതി അംഗങ്ങൾ, വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നിവർ സമിതിയിലുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി കോർ കമ്മിറ്റിയെ നയിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലും ചുക്കാൻ പിടിക്കുക കോർ കമ്മിറ്റിയാകും. കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ നിലനിൽക്കുന്ന പടലപ്പിണക്കങ്ങൾ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ ബാധിക്കാതിരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് നിർണായകമായൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഒരു കോർ കമ്മിറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നത്. 17 അംഗങ്ങളുള്ള കോർ കമ്മിറ്റിയെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ആയിരിക്കും നയിക്കുക. ഈ കോർ കമ്മിറ്റിയിൽ KPCC അധ്യക്ഷൻ, 3 വർക്കിംഗ് പ്രസിഡന്റുമാർ, അതോടൊപ്പം മുൻ KPCC അധ്യക്ഷന്മാർ, അതിനു പുറമെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ, 3 പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നിവരായിരിക്കും ഈ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അവരായിരിക്കും സ്ഥാനാർത്ഥി നിർണയവും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കലും അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുക. മുതിർന്ന നേതാക്കൾ ഉൾപ്പെട്ട ഈ 17-അംഗ സമിതിയായിരിക്കും ഇങ്ങനെയൊരു കോർ കമ്മിറ്റിയെ നിയോഗിച്ചതിലൂടെ മുതിർന്ന നേതാക്കൾക്കിടയിൽ ഉൾപ്പെടെ നിലനിന്നിരുന്ന അതൃപ്തിക്കും അഭിപ്രായ ഭിന്നതയ്ക്കും പരിഹാരം കാണാൻ കഴിയുമെന്നൊരു വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇങ്ങനെയൊരു കോർ കമ്മിറ്റിക്ക് രൂപം നൽകുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് അടിയന്തരമായി സംസ്ഥാനത്തെ എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. അവിടെ നേതാക്കൾ അവർക്കിടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് വിശദമായി തന്നെ ഹൈക്കമാൻഡ് നേതൃത്വത്തോട്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളോട് കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും മനസ്സ് തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ്
ഇനിയും ഇങ്ങനെ മുമ്പോട്ട് പോയാൽ അത് ഉണ്ടാക്കാനിടയുള്ള പ്രശ്നങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് അടിയന്തരമായ ഒരു ഇടപെടൽ എന്ന വണ്ണം ഈ കോർ കമ്മിറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ കോർ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ എങ്ങനെയായിരിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തേക്കും. അതിന്റെ ഭാഗമായി തന്നെയാണ് അടിയന്തരമായി ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കൊപ്പം വേദി പങ്കിട്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും CPM MLA കെ ശാന്തകുമാരിയും. പാലക്കാട് നടന്ന ജില്ലാതല പട്ടയമേളയിലാണ് മന്ത്രിയും MLA-യും രാഹുലിനൊപ്പം വേദി പങ്കിട്ടത്. രാഹുലിനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ വന്നതിന് ശേഷം ഇതാദ്യമായാണ് ഒരു മന്ത്രിയും CPM MLA-യും വേദി പങ്കിടുന്നത്. നേരത്തെ കണ്ണടി പഞ്ചായത്ത് പ്രസിഡന്റും പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനും രാഹുലിനൊപ്പം പരിപാടികളിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു. ഭാവിയിൽ കേരളത്തിൽ കോൺഗ്രസുമായുള്ള CPM സഹകരണ സാധ്യത തള്ളാതെ ജി സുധാകരൻ. BJP വളർച്ചയെ ആശ്രയിച്ചിരിക്കും കേരളത്തിൽ CPM കോൺഗ്രസ് സഖ്യമെന്ന് സുധാകരൻ. ഭാവിയിൽ കേരള രാഷ്ട്രീയം എങ്ങനെ വളരുമെന്ന് പറയാൻ കഴിയില്ല. BJP 25% വോട്ട് പിടിക്കുമെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. ഇന്ത്യ സഖ്യത്തിൽ എല്ലാവരും ഒന്നിച്ചല്ലേ എന്നും സുധാകരൻ ചോദിച്ചു. കേരളത്തിൽ രണ്ട് മുന്നണികളും തമ്മിലുള്ള ഫൈറ്റാണ്. അത് ആയുഷ്കാലം എങ്ങനെ ആയിരിക്കുമെന്നോ അല്ലെന്നൊക്കെ ഇവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റും. ഒന്നും പറയാനില്ല. രാഷ്ട്രീയ സാഹചര്യം പോലിരിക്കും. BJPയുടെ കേരളത്തിലെ വളർച്ച പോലിനനുസരിച്ചിരിക്കും. അത് രാഷ്ട്രീയമായി മുന്നോട്ടൂടെ കാണണം. BJP 25% വോട്ട് പിടിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. കാരണം 21 വരെ കിട്ടി ഒരു തവണ. 15% ആവറേജ് കിട്ടി. അപ്പൊ എങ്ങനെയാണ് നാളെ കേരള രാഷ്ട്രീയം ഭാവിയിൽ വളരുന്നത് പറയാൻ പറ്റില്ല. അതനുസരിച്ച് അടവുകൾ വീണ്ടും വീണ്ടും മാറ്റം വരാം. ഇതൊക്കെ മനസ്സിലാക്കാത്തവർക്ക് ഒരു പാർട്ടിയുടെയും വിശ്വസ്തരായ പോരാളിയാവാൻ പറ്റില്ല. അടവുകളും തന്ത്രങ്ങളും ഉണ്ട്. തന്ത്രമെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ലക്ഷ്യമാണ്. ഇന്ത്യയിൽ വർഗീയാടിസ്ഥാനത്തിൽ രൂപീകരിച്ചൊരു പാർട്ടി അധികാരം കൈയാളുമ്പോൾ അവരെ പരാജയപ്പെടുത്തേണ്ടിടത്ത് കൂട്ടായി നിൽക്കേണ്ടിടത്തെല്ലാം കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിയായിട്ട് നിൽക്കുന്ന ഇടതുപക്ഷക്കാരും ഇവിടെ തന്നെ ആവശ്യമില്ല. CPM മുന്നണിക്ക് തന്നെ പരാജയപ്പെടുത്താം. ഞങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ UDF മുന്നണിയാണ് വരിക. അതുകൊണ്ട് ഇവിടെ പരസ്പരം ഏറ്റുമുട്ടണം. പക്ഷേ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ കാലുഷ്യം പാടില്ല, അശ്ലീലം പറയാൻ പാടില്ല, തന്തയ്ക്ക് വിളിക്കാൻ പാടില്ല. തന്തയ്ക്ക് വരെ വിളിക്കുക. കാരണം ആർക്കറിയാം. പരസ്പരം പുകഴ്ത്തി പ്രതിപക്ഷ നേതാവ് VD സതീശനും ജി സുധാകരനും. നീതിമാനായ ഭരണാധികാരിയായിരുന്നു ജി സുധാകരൻ എന്ന സതീശൻ. താൻ കണ്ടതിൽ ഏറ്റവും മികച്ച പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു സുധാകരൻ. സുധാകരൻ തികഞ്ഞ കമ്മ്യൂണിസ്റ്റും ആണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞാൻ എനിക്ക് അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ വളരെ അടുത്ത് എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ള ആളാണ്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്രെയിമിന്റെ അകത്തു നിന്ന് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അതിന്റെ അപ്പുറത്തേക്കും അതിന്റെ മറുവശത്തേക്കും ആലോചിക്കാൻ പോലും പറ്റാത്ത, ഒരിക്കലും തന്റെ ആശയങ്ങളെ ഡൈല്യൂട്ട് ചെയ്യാത്ത ഒരാളാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു നീതിമാനായ ഒരു ഭരണാധികാരി. ഞാനൊരു MLA എന്നുള്ള നിലയിൽ എനിക്കത് അനുഭവമുണ്ട്. ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് എൻ്റെ ഒരു പാലം ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് തുറന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ MLA എന്നുള്ള ഒരു അനുഭവത്തിൽ ഇദ്ദേഹത്തെ പോലുള്ള ഒരു പൊതുമരാമത്ത് മന്ത്രി ഉണ്ടായിട്ടില്ല. പിന്നാലെ സതീശനെ പുകഴ്ത്തി ജി സുധാകരനും രംഗത്ത് വന്നു. പ്രതിപക്ഷത്തെ പ്രഗത്ഭനായ നേതാവാണ് VD സതീശൻ എന്ന് ജി സുധാകരൻ പറഞ്ഞു. ഉദ്ഘാടനം ചെയ്തതിന്റെ പ്രിയ സുഹൃത്തും നമുക്കെല്ലാം വളരെ ആദരവുള്ള പ്രതിപക്ഷത്തെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് VD സതീശനാണ്. എല്ലാവരും തമ്മിൽ വളരെ സ്നേഹവും ബഹുമാനവും, ആശയങ്ങൾ പരസ്പരം ഏത് പ്ലാറ്റ്ഫോമത്ത് നിന്നായാലും അവരവരുടെ ആശയങ്ങൾ, ബഹുമാനപ്പെട്ട സതീശൻ അത് വ്യക്തമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തെ ഒരു CPM സെമിനാറിന് വിളിച്ച അദ്ദേഹം ഉടനെ CPM ആവാം, അങ്ങനെ ആവാൻ പറ്റും, ആവത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഹൈസ്കൂളിൽ വള്ളിമുത്ത് പഠിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്ന, എനിക്ക് പ്രായം പോലും ആയില്ല. 18 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷക്കാരായ കറ്റാനം ഗോപി സാറും ഭാസ്കരൻപിള്ള സാറും ചേർന്ന് എന്നെ പാർട്ടി ചേർത്തോളാം. എനിക്ക് 14 വയസ്സേ ഉള്ളൂ.
നിയമസഭാ സമ്മേളനം ശനിയാഴ്ച ചേരുന്നതിനെതിരെ സ്പീക്കർക്ക് കത്ത് നൽകി കോൺഗ്രസ്. ശനിയാഴ്ച സഭ ചേരുന്നത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി AP അനിൽകുമാറാണ് സ്പീക്കർക്ക് കത്ത് നൽകിയത്. ചട്ടം 13(2) നിലവിൽ വന്നതിനു ശേഷം ഇതുവരെ നിയമസഭയുടെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ ശനി, ഞായർ, പൊതു അവധി ദിവസങ്ങൾ എന്നിവയിൽ സഭാ സമ്മേളനം ചേരുന്ന കീഴ്വഴക്കമുണ്ടായിട്ടില്ല എന്ന് കത്തിൽ പറയുന്നു. സർക്കാരിന്റെ വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന സാഹചര്യം നിലനിൽക്കെയാണ് സ്പീക്കർക്ക് കത്ത് നൽകിയുള്ള കോൺഗ്രസ് നടപടി. ന്യൂസ് 18 കേരളം ബ്രാൻഡ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. ദ ലെഗസി ബ്രാൻഡ് എക്സലൻസ് അവാർഡ് SLK ഫുഡ് പ്രോസസിംഗിന് ലഭിച്ചു. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ ബംഗാൾ ഗവർണർ ആനന്ദ് ബോസാണ് പുരസ്കാരം സമ്മാനിച്ചത്. തത്സമയം ദൃശ്യങ്ങൾ. ഹിസ് എക്സലൻസി ഡോക്ടർ CV ആനന്ദ് ബോസ് ഈ ചടങ്ങിനെ ഇത്രയും പ്രൗഢഗംഭീരമാക്കിയ അദ്ദേഹത്തിനുള്ള ഉപഹാരം സമർപ്പിക്കാൻ നെറ്റ്വർക്ക് 18 കോണ്ടന്റ് ഓഫീസർ ശ്രീ സന്തോഷ് രാമചന്ദ്ര മേനോനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ അതിഥി ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ ഗവർണർ ഹിസ് എക്സലൻസി ഡോക്ടർ CV ആനന്ദ് ബോസ് അദ്ദേഹം നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിനെ സംസാരിക്കുവാനായി ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ന്യൂസ് 18 സൗത്ത് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ എഡിറ്റർ ശ്രീ വിവേക് നാരായൺ, അവാർഡ് ജേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരവസരം കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതിന്റെ ഭാരവാഹികളെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒരു വലിയ ഭയത്തോടു കൂടിയാണ് ഞാൻ ആ സ്റ്റേജിൽ ഇരുന്നത്. ധാരാളം ക്യാമറകൾ മുന്നിൽ നിൽക്കുന്നു. എനിക്ക് ക്യാമറയെ ഭയപ്പെടാനുള്ളൊരു കാരണമുണ്ട്. ഗവർണറായതിനു ശേഷം ധാരാളം ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ എന്നെ കൽക്കട്ടയിൽ വെച്ചാണ് നടക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു അന്തർദേശീയ സമ്മേളനം, ഡോക്ടർമാരുടെ സമ്മേളനമാണ്. അവിടെ ഒരാളുടെ കയ്യിൽ ഒരു AI ക്യാമറയുണ്ട്. അപ്പം അതിൽ വെച്ച് ഒരാളെ ഏത് രീതിയിൽ വേണേലും ഫോട്ടോ എടുക്കാം. എൻ്റെ ഫോട്ടോ എടുത്തു. കണ്ടാൽ എൻ്റെ മോഹൻലാലും മമ്മൂട്ടിയും ചേർന്ന ഒരു രൂപമാണ് എനിക്ക് തന്നത്. ഞാനിത് എൻ്റെ ഭാര്യയെ കാണിച്ചു അഭിമാനത്തോടു കൂടി. ഭാര്യ ഫോട്ടോയിൽ നോക്കിയിട്ട് പറയാ മച്ച് ബെറ്റർ ദാൻ ദ ഒറിജിനൽ. അതുകൊണ്ട് എനിക്ക് ക്യാമറക്കാരെ പേടിയാണ്. ഏതായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എനിക്കൊരു പുതിയ ആശയം തന്നു. ബ്രാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അത് ഈ ഗവർണർമാരെ ബ്രാൻഡ് ചെയ്യുന്ന ഒരു രീതി കൂടി തുടങ്ങിയാൽ കൊള്ളാം എന്നെനിക്കൊരു നിർദ്ദേശമുണ്ട്. കാരണം ഞാൻ ചെല്ലുമ്പോൾ പലരും ഇതെന്തൊരു ഗവർണർ എന്ന് ചോദിക്കും. അതൊരു ബ്രാൻഡിങ്. രണ്ടാമത്തെ ബ്രാൻഡിങ്, ഗവർണർ ഇങ്ങനെയാണോ, അത് രണ്ടാമത്തെ ബ്രാൻഡ്. മൂന്നാമത്തെ ബ്രാൻഡ്, ഗവർണറായ ഇങ്ങനെ വേണം. അപ്പൊ എന്നെ ഏത് ബ്രാൻഡിലെങ്കിലും ഒന്ന് ബ്രാൻഡ് ചെയ്ത് തരണം എന്നൊരു അഭ്യർത്ഥന ആദ്യമായിട്ട് നടത്തുകയാണ്. നമുക്കറിയാം, വാർത്താ മാധ്യമങ്ങൾ നമ്മുടെ ജനാധിപത്യ യുഗത്തിൽ ജനാധിപത്യത്തിന്റെ ജിഹ്വയാണ്. ജനാധിപത്യത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പുലിറ്റ്സർ പറഞ്ഞത്, അവർ റിപ്പബ്ലിക് ആൻഡ് ഇറ്റ്സ് പ്രസ് വിൽ റൈസ് ഓർ ഫോൾ ടുഗദർ. അവർ റിപ്പബ്ലിക് ആൻഡ് ഇറ്റ്സ് പ്രസ് വിൽ റൈസ് ഓർ ഫോൾ ടുഗദർ. ശരിയല്ലേ? ഫാക്ട് ഈസ് സീക്രട്ട്, കമൻസ് ആർ ഫ്രീ എന്ന അടിസ്ഥാന മന്ത്രം വളരെ പ്രസക്തമാണ് ഇന്നും എന്ന് നമുക്കറിയാം. ജെഫേഴ്സൺ ഒരിക്കൽ പറഞ്ഞു, ഇഫ് ദ ചോയ്സ് ഇസ് ബിറ്റ്വീൻ എ നേഷൻ, എ ഗവൺമെന്റ് വിതൗട്ട് ദ പ്രസ് ആൻഡ് എ പ്രസ് വിതൗട്ട് എ ഗവൺമെന്റ്, ഐ വിൽ ഓപ്റ്റ് ഫോർ ദ ലാറ്റർ. ഐ വാണ്ട് ദ പ്രസ് വിതൗട്ട് എ ഗവൺമെന്റ്. അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ അടുത്ത കാലത്ത് നാം വായിച്ചു, അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ
മാർപ്പാപ്പ ഒരു പ്രത്യേക കാൻഡിഡേറ്റിന്റെ പേര് പറഞ്ഞ് നിർദ്ദേശിച്ചു എന്ന ഒരു വാർത്ത വന്നു. ഒടുവിൽ മാർപ്പാപ്പ തന്നെ തന്റെ സെക്രട്ടറിയായ കർദിനാളിനെ കൊണ്ട് പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഞങ്ങൾ അങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടേ ഇല്ല എന്ന് നിഷേധിക്കേണ്ടി വന്നു. അതുപോലെ സിമില ഉടമ്പടി ഒപ്പുവയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം വളരെ പരിണതപ്രജ്ഞനായ ഒരു രാജ്യതന്ത്രജ്ഞനാണ് പൂട്ടോ എങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പല പല അഭിപ്രായ ഭിന്നതകളും ചില പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം സിംലയിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, പലരും പല ചോദ്യങ്ങളും ചോദിച്ചു. അത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ചും രാജ്യതന്ത്രജ്ഞതയെക്കുറിച്ചും വിദേശകാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിച്ചത്. ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, സിംലയിലെ നൈറ്റ് ക്ലബ്ബുകളെ കുറിച്ച് അങ്ങ് എന്ത് പറയുന്നു? നിസ്സഹായനായ അദ്ദേഹം സിംലയിൽ നൈറ്റ് ക്ലബ്ബുകൾ ഉണ്ടോ? പിറ്റേന്ന് പത്രത്തിൽ അടിച്ചു വന്നത് പൂട്ടോ ഇറങ്ങിയ ഉടനെ ചോദിച്ചത് ഇവിടെ നൈറ്റ് ക്ലബ്ബുകൾ ഉണ്ടോ എന്നാണ്. ഇതാണ് പത്രധർമ്മത്തിന്റെ പല രീതിയിലുള്ള വ്യതിയാനങ്ങൾ. നമുക്കറിയാം വാർത്ത ഒന്നാണ്, നാം ന്യൂസ് 18 കാണുന്നതും മറ്റു ചാനലുകളിൽ കാണുന്നതും പിറ്റേന്ന് പത്രങ്ങൾ അടിച്ചു വരുന്നത് വാർത്ത എന്നാണ്. പക്ഷെ വാർത്ത കൊണ്ട് എത്തിക്കുന്ന രീതി പലതാണ്. സംഭ്രമജനകമായ വാർത്തയുണ്ടാക്കുക, സെൻസേഷനലൈസ് ചെയ്യുക, ചില സത്യസന്ധമായ കാര്യങ്ങൾ പറയും. ഈ സത്യവും അസത്യവും തമ്മിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഇതിന്റെ വളരെ ലളിതമായൊരു നിർവചനം യോറുബ വംശക്കാരിലെ നൈജീരിയയിലെ യോറുബ വംശം ഗോത്രവർഗം അവരുടെ ഒരു കഥയുണ്ട്. സത്യവും അസത്യവും കൂടപ്പുറപ്പുകളാണ്. ഒരിക്കൽ അസത്യം സത്യത്തോട് ചോദിച്ചു, നമുക്ക് 6 നീന്തിക്കിടക്കാം. ഒരു ഫ്രണ്ട്ലി കണ്ടസ്റ്റ്, ഒരു സൗഹൃദ മത്സരം, ഇപ്പൊ ബീഹാർ നടക്കുന്ന പോലെ ഒരു സൗഹൃദ മത്സരം. സമ്മതിച്ചു. സത്യം ആറ്റുതീരത്ത് വന്നു, വസ്ത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി നേരെ ചാടി നീന്തി മുമ്പോട്ട് പോയി. അസത്യം എന്ത് ചെയ്തു? അസത്യം ഈ തക്കം നോക്കി സത്യത്തിന്റെ മനോഹരമായ വസ്ത്രങ്ങളൊക്കെ എടുത്ത് അണിഞ്ഞ് സത്യമാണെന്ന് വ്യാജേന ഞെളിഞ്ഞ് പട്ടണത്തിലേക്ക് ചെന്നു. പട്ടണവാസികൾ സത്യമാണ് വരുന്നത് എന്ന് കരുതി അദ്ദേഹത്തെ സ്വീകരിച്ചു, മാലയിട്ടു, ആർപ്പ് വിളിച്ചു, ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ വീശി അദ്ദേഹത്തെ സ്വീകരണം. ഇതിനിടയിൽ സത്യം നീന്തൽ കഴിഞ്ഞെത്തി. നോക്കിയപ്പോൾ തീരത്ത് തന്റെ വസ്ത്രങ്ങൾ കാണുന്നില്ല, ആകെയുള്ള അസത്യത്തിന്റെ വസ്ത്രങ്ങളാണ്. സത്യം തീരുമാനിച്ച് എന്ത് തന്നെയായിരുന്നാലും ഞാൻ അസത്യത്തിന്റെ വസ്ത്രം ഇടാൻ പോകുന്നില്ല. അങ്ങനെ സത്യം വസ്ത്രമില്ലാതെ പട്ടണത്തിലേക്ക്, അങ്ങനെ നഗ്നസത്യം എന്നുള്ള പദപ്രയോഗം ഉണ്ടായത്. ഈ നഗ്നസത്യത്തെ നോക്കി ആളുകൾ കൂക്കി വിളിച്ചു, കല്ലെറിഞ്ഞു, അവരെ ആട്ടി ഓടിച്ചു. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അസത്യമാണ് സത്യത്തിന്റെ വേഷം ഇട്ടുകൊണ്ട് വന്നതെന്ന്. അതുകൊണ്ടാണ് മാർക്ക് ട്വെയിൻ പറഞ്ഞത്, വെൻ ട്രൂത്ത് പുട്സ് ഓൺ ദ ഷൂസ് ലൈവ് വുഡ് ഹാവ് ട്രാവൽ ഹാഫ് ദ റൗണ്ട് ദ വേൾഡ്. ശരിയല്ലേ? അത് അപ്പോൾ ഒരു മാധ്യമ ധർമ്മം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, സത്യം സത്യമായി പൂർണ്ണ സത്യം സത്യമേ പറയൂ, പൂർണ്ണമായ സത്യം ബോധിപ്പിക്കുക, അതാണ് പത്രപ്രവർത്തനം എന്ന് ഞാൻ എഴുതിയ വ്യക്തിയാണ് ഞാൻ. നമുക്കറിയാം, നമുക്ക് ഏതെങ്കിലും വിജയിക്കാൻ വേണ്ടി അസത്യം പറയുക എന്നത് ധർമ്മത്തിന്റെ തന്നെ ഭാഷയാണെന്ന് പറയാറുണ്ട്, ഭാഷ്യമാണെന്ന്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. മഹാഭാരത യുദ്ധം കൊടുമ്പിരിക്കൊണ്ട സമയം ദ്രോണാചാര്യർ കൗരവപ്പടയുടെ സാരഥ്യമേറ്റെടുത്തു. അസ്ത്രവൈദ്യത്തിന്റെ അത്ഭുത ശക്തികൾ കാട്ടിക്കൊണ്ട് ആ വൃദ്ധബ്രാഹ്മണൻ കടൽക്കളത്തിൽ ജ്വലിച്ചു നിന്ന് പൊരുതിയപ്പോൾ പാണ്ഡവരുടെ ഉന്മൂലനാശം അടുത്തു എന്ന ഘട്ടമെത്തി. എന്തു ചെയ്യാൻ കഴിയും? ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ദ്രോണാചാര്യരെ ആയോധന വിദ്യയിൽ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടുമാവില്ല. അർജുനനെ കൊണ്ടാവില്ല, കർണനെ കൊണ്ടാവില്ല, അർജുനനും കർണനും ഒന്നിച്ചു നിന്നാലും ആവില്ല. പിന്നെന്ത് ചെയ്യും? ദ്രോണർ സ്വയം ആയുധം ഉപേക്ഷിക്കണം. അതിനെന്താണ് ഒരു മാർഗം? കള്ളകൃഷ്ണൻ പറഞ്ഞു കൊടുത്തു, തന്റെ ഓമനപുത്രനായ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കേട്ടാൽ ദ്രോണാചാര്യർ ആയുധം ഉപേക്ഷിക്കും. ഇത് കേട്ട മാത്രയിൽ ഭീമസേനൻ ഒരു ആനയെ, അശ്വത്ഥാമാവ് എന്നൊരു ആനയെ ഗത കൊണ്ട് അടിച്ചു വന്നു. എന്നിട്ട് പടക്കളത്തിൽ പറഞ്ഞു പരത്തി, അശ്വത്ഥാമ മരിച്ചു എന്ന്. ഈ വാർത്ത അച്ഛനായ ദ്രോണരുടെ ചെവിയിലെത്തി. എങ്കിലും യുദ്ധമല്ലേ, സത്യമെന്തെന്നറിയാൻ വേണ്ടി തന്റെ വത്സല ശിഷ്യനായ സാക്ഷാൽ ധർമ്മപുത്രരുടെ അടുത്ത് എന്ന് ചോദിച്ചു, അശ്വത്ഥാമ മരിച്ചു എന്ന് കേൾക്കുന്നത് ശരിയാണോ? ധർമ്മപുത്രന്റെ ധർമ്മരാജാവിന്റെ ധർമ്മേന്ദ്രന്റെ
മകനായ ധർമ്മപുത്രർ, സാക്ഷാൽ ധർമ്മത്തിന്റെ ആൾരൂപമായ ധർമ്മപുത്രർ, അദ്ദേഹം തന്റെ ഗുരുനാഥന്റെ മുഖത്ത് നോക്കി യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി പറഞ്ഞു, അശ്വത്ഥാമാഹത കുഞ്ചര. അശ്വത്ഥാമാവ് മരിച്ചുവെന്ന് ദ്രോണർ കേൾക്ക ഉറക്കുകയും അശ്വത്ഥാമാവ് എന്ന ആന എന്നാരും കേൾക്കാതെ പതുക്കുകയും. ദ്രോണാചാര്യരുടെ കയ്യിൽ നിന്നും ആയുധം നിലംപതിച്ചു. ഒപ്പം ധർമ്മയുദ്ധത്തിന്റെ വേദിയിൽ വെച്ച് ധർമ്മവും നിലംപതിച്ചു. അങ്ങനെ നോക്കുമ്പോൾ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർ ധർമ്മച്യുതിയുടെ പടുകുഴിയിലേക്ക് കണ്ടുപോയില്ലെങ്കിൽ ഏർപ്പെടുന്നുള്ളൂ. അവിടെയാണ് പത്രധർമ്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. സത്യം സത്യമായി പറയുക, സത്യം മാത്രം പറയുക, സത്യം പൂർണ്ണമായി പറയുക. ഇതിനുള്ള കഴിവ് മാധ്യമങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ന്യൂസ് 18 ആളുകൾ കാണുന്നത്. നിങ്ങൾ പറയുന്ന വാർത്തയും മറ്റുള്ളവർ പറയുന്ന വാർത്തയും ഒന്ന് തന്നെയാണ്, പറയുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. സോക്രട്ടീസിനോട് ഒരു പയ്യൻ ചോദിച്ചു, ഒരു യുവാവ്, ആഥൻസ് എങ്ങനെയുണ്ട്? സോക്രട്ടീസ് ഒരു കാര്യത്തിനും നേരിട്ട് മറുപടി പറയില്ല. നിങ്ങൾക്ക് കാറ്റക്കിസം. മറുചോദ്യം അങ്ങോട്ട് ചെയ്തു, നിങ്ങൾ ഇവിടെ നിന്ന് വരുന്നു? ഞാൻ ക്രീറ്റിൽ നിന്ന് വരുന്നു. ക്രീറ്റ് എങ്ങനെയുണ്ട്? വൃത്തികെട്ട സ്ഥലം, ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുന്ന ക്രൂരന്മാര്, സ്വാർത്ഥന്മാര്, ഒരു നരകം, ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ക്രീറ്റാണ്. സോക്രട്ടീസ് പറഞ്ഞു, ഈ ആഥൻസും അതുപോലെ തന്നെ. പിന്നീട് ഒരു യുവാവെന്ന് ചോദിച്ചു, സർ ആഥൻസ് എങ്ങനെയുണ്ട്? മറുചോദ്യം, നിങ്ങളിവിടെ നിന്ന് വരുന്നു? ഞാൻ ക്രീറ്റിൽ നിന്ന് വരുന്നു. ക്രീറ്റ് എങ്ങനെയുണ്ട്? നല്ല സ്ഥലം സാർ, ദൈവത്തിന്റെ സ്വന്തം നാട്, ആ സ്നേഹമുള്ള മനുഷ്യരെല്ലാവരും വിശ്വസിക്കാം, സഹായിക്കാം. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗം ഇവിടമാണ്, ഇവിടമാണ്, ഇവിടെ മാത്രം എന്ന് ദിവാനികാസിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഈ യുവാവ് പറഞ്ഞു. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, ക്രീറ്റും അങ്ങനെ തന്നെ, അല്ല ആഥൻസും അങ്ങനെ തന്നെ. ആഥൻസിന് മാറ്റമില്ല. ആഥൻസ് അങ്ങനെ തന്നെ നിൽക്കുന്നു. കാഴ്ചപ്പാടിനാണ് മാറ്റം. വാർത്തയ്ക്ക് മാറ്റമില്ല. വാർത്ത അങ്ങനെ തന്നെ നിൽക്കുന്നു. കാഴ്ചപ്പാടിനാണ് മാറ്റം. നിങ്ങളുടെ കാഴ്ചപ്പാട് നന്നായതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ കാണുന്നത്. അത് മനസ്സിലാക്കി. ആ കാഴ്ചപ്പാട് വ്യത്യസ്തമായി കഴിഞ്ഞാൽ, സത്യത്തിന് നേരെ കണ്ണടച്ചാൽ സംഭവിക്കാൻ പോണതാണ്. ഇനി രംഗം ഞാൻ ബൈബിളിലേക്ക് മാറ്റുകയാണ്. ബൈബിളിൽ നസ്രയനായ യേശുദേവൻ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഗവർണർ പീലാത്തോസിന്റെ കോടതി, കൈഫാചാര്യൻ ഹന്നാസ് അവരൊരുക്കി നിർത്തിയ കള്ളസാക്ഷികൾ യേശുദേവനെതിരെ മൊഴി നൽകുന്നു. ഇവൻ യൂതന്മാരുടെ രാജാവാണെന്ന് അവകാശപ്പെട്ടു. ഇവൻ കൈസർക്ക് കപ്പം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ അഹാമഹാമേയ ആരോപണങ്ങൾ ഒന്നൊന്നായി യേശുദേവനെതിരെ തൊടുത്തു വിടുകയാണ്. അപ്പോൾ നീതിമാനായ പീലാത്തോസിനൊരു സംശയം, സത്യം എന്താണ്? ഇതിനെ അനശ്വരമാക്കിക്കൊണ്ട് ഫ്രാൻസിസ് ബേക്കണിന്റെ പ്രസിദ്ധമായ ഉപന്യാസത്തിൽ പറയുന്നു, വാട്ട് ഈസ് ട്രൂത്ത് ആസ്ക്ഡ് ജസ്റ്റിൻ പൈലറ്റ് ആൻഡ് വുഡ് നോട്ട് വെയിറ്റ് ഫോർ ആൻ ആൻസർ. സത്യമെന്തെന്ന് യേശുദേവനിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഗവർണർ സത്യം തന്റെ മുഖത്ത് വിസ്ഫോടനം ചെയ്ത വേളയിൽ സത്യത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് പീലാത്തോസ് പറയുന്നു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇതാണ് സത്യത്തിന്റെ വഴി. സത്യത്തിന്റെ വഴി ഇതാണ്. സത്യം സ്വന്തം മുഖത്ത് വിസ്ഫോടനം ചെയ്യുന്ന സമയത്ത് പോലും നീതി ലഭിക്കണമെന്ന് നാം കരുതുന്നവരുടെ കയ്യിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള വേളയിലാണ് പുലിസർ പറഞ്ഞതുപോലെ, അവർ റിപ്പബ്ലിക് ആൻഡ് ഇറ്റ്സ് പ്രസ് വിൽ സിംഗ് ഓർ സ്വിം ടുഗദർ. അവർ റിപ്പബ്ലിക് ആൻഡ് ഇറ്റ്സ് പ്രസ് വിൽ സ്വിം ഓർ സിംഗ് ടുഗദർ. ഇത് വളരെ സത്യമല്ലേ? അത് വളരെ ശരിയായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പലതും നാം പഠിക്കാനുണ്ട്. പലതും ഇന്നിവിടെ കോമ്പിയർ ചെയ്ത കുട്ടിയെ ഞാൻ കണ്ടു ചോദിച്ചു, ആരാണ് ഇത് ചെയ്തത്? ഇതുപോലെ ഒരു കുട്ടിയെ കുട്ടിയെന്ന് പറഞ്ഞ് ശ്രമിക്കുന്നത് ഞങ്ങളുടെ കോട്ടയം ഭാഷ റെസ്പെക്റ്റബിൾ യങ്സ്റ്റേഴ്സിനെ വിളിക്കുന്നതാണ്. ഒരു എയർ ഹോസ്റ്റസ് ആണ്. ഈ എയർ ഹോസ്റ്റസ് ഞാൻ അന്ന് ഈ ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് പറക്കുക. അപ്പോൾ ഒരു തടിച്ച സ്ത്രീ, അവർ ലുധിയാനക്കാരിയാണ്. അവർ ബാഗൊക്കെ തൂക്കി നേരെ വന്ന് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ഇരുന്നു. അപ്പോൾ ആരോ എയർ ഹോസ്റ്റസ്മാർ വന്ന് പറഞ്ഞു, മാഡത്തിന്റെ സീറ്റ് ഇവിടെയില്ല, ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്, മാഡത്തിന്റെ എക്കോണമി പുറകിലാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, ഈ വണ്ടിയിൽ ആദ്യം ഞാനാണ് കയറിയത്, എനിക്ക് തോന്നിയ സീറ്റ് ഇരിക്കും, ബാക്കിയുള്ളവന്മാരൊക്കെ പുറകെ പോയി ഇരിക്കട്ടെന്നായി. ഒരു നിവൃത്തിയില്ല. അപ്പോൾ നമ്മുടെ ഈ തിരുവനന്തപുരംകാരി എയർ ഹോസ്റ്റസ് അവർ വന്നിട്ട് ക്യാപ്റ്റനോട് ചോദിച്ചു, സാർ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ പ്ലീസ്. ഈ എയർ ഹോസ്റ്റസ് പോയി നമ്മുടെ ലുധിയാനക്കാരുടെ ചെവിയിൽ എന്ത് പറഞ്ഞു.
ലുധിയാനക്കാരി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ബാഗ് എടുത്ത് മര്യാദക്കാരിയെ നേരെ പോയി എക്കോണമിയിലിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, കുഞ്ഞെ എയർ ഹോസ്റ്റസ് എന്താ അവരോട് പറഞ്ഞെന്താ? അത് അങ്കിളെ ഞാൻ അവരോട് ഇത്രേ പറഞ്ഞുള്ളൂ, മാഡം ഈ സീറ്റ് ലണ്ടനിലേക്കുള്ളതാ, പുറകിലത്തെ സീറ്റാണ് ഡൽഹിയിലേക്കുള്ളത്. അപ്പോൾ സത്യം പറയുന്ന രീതിക്കൊരു വ്യത്യാസമുണ്ട്, ശരിയില്ലേ? സത്യം എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു അത് വളരെ ശരിയാണ്. അല്ലെങ്കിൽ ജീവിതത്തിൽ നിർണായക ഘട്ടങ്ങൾ വരുമ്പോൾ ഷേക്സ്പിയറുടെ ഹാംലെറ്റിനെ പോലെ ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ല വേണ്ടത്. റിപ്പോർട്ടിംഗ് ഈസ് എൻ ആർട്ട്, ഇറ്റ്സ് എ സയൻസ്. അത് ലോകത്തെ നയിക്കുന്ന ഒരു വലിയ ശക്തിയായി മീഡിയം എന്ന് മാറിയിട്ടുണ്ട്. ഈ ഗ്രീക്ക് പുരാണങ്ങളിൽ മെഡൂസ എന്നൊരു രാക്ഷസിയുണ്ട്. ഈ മെഡൂസയെ തകർക്കാൻ വേണ്ടി ധാരാളം യുവധീരന്മാരൊക്കെ പോയി. പക്ഷെ അവരെയൊക്കെ മെഡൂസ തകർത്ത് കളഞ്ഞു. ഒടുവിൽ പെർസിയസ് എന്ന ധീരൻ മെഡൂസയെ കാണാൻ പോയി, മെഡൂസ നേരിടാൻ പോയി. അദ്ദേഹം ആയുധമൊന്നും എടുത്തിരുന്നില്ല. അദ്ദേഹം ചെയ്തത് മെഡൂസയുടെ മുഖത്തിന് മുന്നിൽ ഒരു കണ്ണാടി കാട്ടി. ഈ കണ്ണാടിയിൽ തന്റെ ബീഭത്സമായ മുഖം കണ്ട് ഞെട്ടിത്തെറിച്ച് മെഡൂസ മരിച്ചു വീണു. മീഡിയയും അതുപോലെയാണ്. കണ്ണാടി കാട്ടുക. സമൂഹത്തിന്റെ മുമ്പിൽ കണ്ണാടി കാട്ടാൻ നിങ്ങൾക്ക് കഴിയണം. അഴിമതിക്ക് നേരെ, അക്രമത്തിന് നേരെ കണ്ണാടി കാട്ടാൻ കഴിയേണ്ടത് ആവശ്യമാണ്. ഭരണാധികാരികളെ പഠിപ്പിക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ സുദീർഘമായി ചെയ്യുന്നുമുണ്ട്. മീഡിയ മൊത്തത്തിൽ പറഞ്ഞാൽ സുദീർഘമായി തന്നെ ചെയ്യുന്നുമുണ്ട്. ഞാനൊരു കാര്യം ഒരിക്കലും നമ്മുടെ വി ലിവ് ആൻഡ് ലേൺ എന്നാണ് പറയുന്നത്. എനിക്കിന്നൊരു ജോലിയൊക്കെ ഉണ്ടല്ലോ ഗവർണർ. ഞാനൊരു കാര്യം ഓർത്തു പോകുന്നത്, ഒരു സംസ്ഥാനത്ത് അവിടെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ വലിയ ചണ്ടയാണ്. ബംഗാളല്ല കേട്ടോ, കേരളമല്ല. അവിടെ വലിയ വെള്ളപ്പൊക്കം, പേമാരി. എനിക്കറിയാം ന്യൂസ് 8 എത്ര ഭംഗിയായിട്ട് നമ്മുടെ വയനാട് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ന്യൂസ് 8 രംഗത്തുണ്ടായിരുന്നു. 24/7 വളരെ സ്തുത്യർഹമായ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. ഞാൻ ഇവിടെ ചെന്നിരുന്നു. ഈ സംസ്ഥാനത്ത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ചണ്ട ഓടുന്ന സംസ്ഥാനത്ത് വലിയ മഴ പെയ്തു. മുഖ്യമന്ത്രി തീരുമാനിച്ച ഒരു ഏരിയൽ സർവേക്ക് പോവാം. ഹെലികോപ്റ്റർ അടുത്ത് കറങ്ങിയാൽ മതി, കൂടുതൽ സ്ഥലങ്ങളൊക്കെ കാണാം, പത്രങ്ങളൊക്കെ ഇട്ടോളും, വിഷ്വൽസ് ഒക്കെ കിട്ടും. ഇത് ആരോ ഗവർണറോട് പറഞ്ഞു. ഗവർണർ തീരുമാനിച്ചു, മുഖ്യമന്ത്രി പോകുന്നുണ്ടെങ്കിൽ ഞാനും പോവും. ഗവർണറും എത്തി. അപ്പോൾ പിന്നെ ചീഫ് സെക്രട്ടറി എത്തി. അല്ലെങ്കിൽ ഏകോപനം നടക്കുകയില്ലല്ലോ, മുകളിലല്ലേ ഏകോപനം. DGP എത്തി, ക്രമസമാധാനം അദ്ദേഹം എത്തി. പക്ഷേ ഹെലികോപ്റ്റർ അവിടെ പൈലറ്റിനെ കാണുന്നില്ല. ഈ തള്ളുന്ന ഹെലികോപ്റ്റർ അല്ല കേട്ടോ, തള്ളാത്ത ഹെലികോപ്റ്റർ കാണുന്നില്ല. ഈ പൈലറ്റ് 3ാം ക്ലാസ് പഠിക്കുന്ന മകനെ വിളിക്കാനായിട്ട് സ്കൂളിൽ പോയതാണ്. മകനെയും കൊണ്ട് വരുമ്പോഴത്തേക്കും കാണാം മുഖ്യമന്ത്രിയുണ്ട്, ഗവർണറുണ്ട്, DGP ഉണ്ട്, CS ഉണ്ട്. അപ്പം മുഖ്യമന്ത്രി പറഞ്ഞു, ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒരു ഏരിയൽ സർവേക്ക് വേണം. വളരെ ഭവ്യതയോടുകൂടി തന്നെ ഈ പൈലറ്റ് പറഞ്ഞു, ഓണറബിൾ CM എനിക്ക് ഒരു 5 മിനിറ്റ് തരണം. അതെന്തിനാ? എനിക്ക് ഈ കുഞ്ഞിനെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം. അത് സാരമില്ല, അവനോട് ചേരട്ടെ. അദ്ദേഹം ഈ ബിഗെയിം വെരി മഗ്നാനിമസ്. പയ്യനും നമ്മുടെ കൂടെ ഇരിക്കട്ടെ. ഹെലികോപ്റ്റർ മുകളിലേക്ക് പോയി. എന്തോ ചില പ്രശ്നങ്ങളുള്ള പോലെ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി. കാരണം അത് ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ ആളായതുകൊണ്ട് പ്രശ്നം ഉണ്ടാകുമ്പോഴേ സംഗതി മനസ്സിലാകും. അദ്ദേഹം ഒരു പാരച്യൂട്ട് എടുത്ത് താഴേക്ക് ചാടി. തൊട്ടുപുറകെ ഗവർണർ ചാടി, തൊട്ടുപുറകെ ചീഫ് സെക്രട്ടറി ചാടി, തൊട്ടുപുറകെ DGP ചാടി. ആകെ പരിഭ്രാന്തനായ പൈലറ്റ് കൊച്ചുമോനോട് പറഞ്ഞു, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമോൻ ഉണ്ടല്ലോ ഹെലികോപ്റ്ററിൽ, മോനെ ഇനി ഒരു ഹെലികോപ്റ്റർ ഒരു പാരച്യൂട്ടേ ഉള്ളൂ, അതെടുത്ത് മോൻ ചാടി രക്ഷപ്പെടുക. പപ്പായുടെ കാര്യം നോക്കണ്ട, പപ്പായുടെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടോളാം. പയ്യൻ പറഞ്ഞു, അല്ല പപ്പ, 2 പാരച്യൂട്ട് ബാക്കി ഉണ്ട്. എന്ത് മോനെ പറയുന്നത്? ആകെ 5 പാരച്യൂട്ടേ ഉള്ളൂ, 4 പേര് ചാടി. പിന്നെ ഒരെണ്ണമല്ലേ ഉള്ളൂ. അല്ല പപ്പ, ആ ഗവർണർ അങ്കിൾ എന്റെ സ്കൂൾ ബാഗ് പുറത്തിട്ടുണ്ടാ ചാടിയത്. അപ്പോൾ ലീവ് ആൻഡ് ലേൺ എന്ന് പറയുന്നത് ശരിയാണ്. ഞാനവിടെ വന്നതും ജീവിതത്തിൽ വിജയിച്ച ഈ ബ്രാൻഡ് അവാർഡൊക്കെ കിട്ടിയവരുടെ കയ്യിൽ നിന്ന് വല്ലതുമൊക്കെ പഠിക്കാമല്ലോ, അറ്റ്ലീസ്റ്റ് പാരച്യൂട്ടും സ്കൂൾ ബാഗും തമ്മിലുള്ള വ്യത്യാസമെങ്കിലും ഈ വയസ്സുകാലത്തെ പഠിക്കാമല്ലോ എന്നുകൊണ്ട് പറഞ്ഞതാണ്. എനിക്ക് ഒരു അപേക്ഷ കൂടെ ഉള്ളത്, ഈ ബ്രാൻഡ് അവാർഡ് ഇപ്പോൾ ഈ ട്രോഫി കൊടുത്തു, സർട്ടിഫിക്കറ്റ് കൊടുത്തു, ഇതൊക്കെ ഞാൻ സന്തോഷപൂർവ്വം കൊടുത്തു. അടുത്ത പ്രാവശ്യം ഈ ബ്രാൻഡ് അവാർഡായിട്ട് ഒരു ബെൻസ് കാർ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആ സമയത്ത് ഒരു ബ്രാൻഡ് അവാർഡ് എനിക്കും തരണമെന്ന് എളിയ അഭ്യർത്ഥനയോടെ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.
നന്ദി ഗവർണർ ഹിസ് എക്സലൻസി ഡോക്ടർ CV ആനന്ദബോസ്. നമ്മുടെ പുരസ്കാരദാനം പൂർത്തിയായിരിക്കുകയാണ്. അനന്തപുരിയെ ഈ വൈകുന്നേരം മനസ്സിൽ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ന്യൂസ് 18 കേരളം ബ്രാൻഡ് അവാർഡുകൾ സമ്മാനിക്കുന്ന ചടങ്ങിൽ ഗവർണർ CV ആനന്ദബോസിന്റെ പ്രസംഗമാണ് കേട്ടത്. അവാർഡ് പുരസ്കാരദാന ചടങ്ങ് തുടരുകയാണ് തിരുവനന്തപുരത്ത്. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. പുത്തൻ വേലിക്കര മോളി വധക്കേസിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. പ്രതി അസം സ്വദേശി പരിമൾ സാഹുവിന്റെ വധശിക്ഷയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. തെളിവുകളുടെ അഭാവത്തിലാണ് പുത്തൻവേലിക്കരയിലെ മോളി കൊലപാതക കേസിലെ പ്രതിയുടെ വധശിക്ഷ ഹൈക്കോടതി റദ്ദാക്കിയത്. അസം സ്വദേശിയായ പരിമൾ സാഹുവിനെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടത്. 2018 മാർച്ച് 18 രാത്രിയായിരുന്നു കൊലപാതകം നടന്നത്. പുത്തൻവേലിക്കര പറവൂർ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. 2018 മാർച്ച് 18 ഭിന്നശേഷിക്കാരനായ മകനൊപ്പം താമസിച്ചിരുന്ന മോളിയെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പീഡന ശ്രമം ചെറുത്ത വീട്ടമ്മയെ കഴുത്തിൽ കുടുക്കിട്ട് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മോളിയുടെ വീടിന്റെ ഔട്ട് ഹൌസിലാണ് കോഴിക്കടയിലെ ഡ്രൈവറായ പരിമൾ സാഹു 7 മാസത്തോളം താമസിച്ചത്. ബലാത്സംഗം, കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത്. വധശിക്ഷയ്ക്ക് പുറമെ ജീവപര്യന്തവും 1 ലക്ഷം രൂപ പിഴയും, തെളിവ് നശിപ്പിച്ചതിന് 3 വർഷം തടവും പിഴയും, വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 10,000 രൂപ പിഴയും പറവൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. കൊട്ടാരക്കര കോടതിയിൽ നിന്ന് പോക്സോ കേസ് പ്രതി ചാടിപ്പോയി. ഇളമാട് സ്വദേശി അബിൻ ദേവാണ് ഓടി രക്ഷപ്പെട്ടത്. പോക്സോ കേസിൽ ജാമ്യം ലഭിക്കാതെ വന്നതോടെ ഇയാൾ കോടതിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഇന്ന് ഒരു 11 മണിയോടുകൂടി കോടതി നടപടികൾ നടന്നു വരവെയാണ് കോടതിയിൽ എത്തിയ പോക്സോ കേസ് പ്രതി കോടതിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രതിക്കെതിരെ കൊട്ടാരക്കര പോലീസ് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇളമാട് സ്വദേശിയായ അബിൻ ദേവാണ് കോടതിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത്. സംഭവത്തിൽ 2024 കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഇയാൾക്കെതിരെ ഉണ്ടായ കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ നടന്നു വരവെയാണ് ഇന്ന് ഇയാൾ കോടതിയിൽ ഹാജരായത്. ഇടക്കാലങ്ങളിലൊന്നും തന്നെ കോടതിയിൽ ഹാജരാകാതെ ഇരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ കോടതി വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. വാറണ്ട് നിലനിൽക്കെയാണ് മറ്റൊരു അഭിഭാഷകന്റെ സഹായത്തോടു കൂടി ഇയാൾ ഇന്ന് കോടതിയിൽ ഹാജരായത്. കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് കോടതി ഇയാളോട് അങ്ങോട്ട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഈ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട സമയത്ത് ഇയാൾ പിന്നിലേക്ക് നടന്ന് പടവുകൾ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി ഇയാൾക്കെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും കോടതി ഇയാൾക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കൊച്ചിയിൽ വൻ സൈബർ തട്ടിപ്പ് സംഘം പിടിയിൽ. ഓപ്പറേഷൻ സൈഹണ്ടിൽ 3 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. തട്ടിപ്പിലൂടെ ലഭിച്ച പണം അക്കൌണ്ടിൽ നിന്ന് പിൻവലിക്കുന്നതിനിടെയാണ് പ്രതികൾ കുടുങ്ങിയത്. കൂടുതൽ വിദ്യാർത്ഥികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവെമ്പലാദിത്യ പറഞ്ഞു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിലാണ് കൊച്ചിയിൽ 3 വിദ്യാർത്ഥികൾ പിടിയിലായത്. ഏലൂർ സ്വദേശി അഭിഷേക് ബിജു, വെങ്ങോല സ്വദേശി ഹാഫിസ്, എടത്തല സ്വദേശി അൽത്താഫ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ അക്കൌണ്ടുകളിൽ നിന്നും ഇന്നലെ മാത്രം പിൻവലിച്ചത് 6 ലക്ഷത്തിലേറെ രൂപയാണ്. അഭിഷേക്, ഹാഫിസ് എന്നിവർ തൃക്കാക്കരയിലെ കോളേജ് വിദ്യാർത്ഥികളുമാണ്. ഓൺലൈൻ ഗെയിമിലൂടെ പണം ലഭ്യമാക്കാമെന്ന് കബളിപ്പിച്ചാണ് തട്ടിപ്പ് സംഘം വിദ്യാർത്ഥികളെ സമീപിക്കുന്നതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. നമുക്ക് കുറെ ഗെയിമിംഗ് ആപ്പിൽ കൂടെ കുറെ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ അക്കൌണ്ടിന്റെ ലിമിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് വേറെ അക്കൌണ്ടുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ അക്കൌണ്ടുകൾ ഇവർ വാങ്ങുന്നതും. ആ അക്കൌണ്ട് വാങ്ങുന്ന സമയത്ത് അവർക്ക് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് മറ്റു കുറെ സ്റ്റുഡൻസ് ഇവർക്ക് അക്കൌണ്ടുകൾ ഏൽപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ അക്കൌണ്ടുകൾ ദുബായിലേക്കാണ് കൈമാറിയത്. വിദ്യാർത്ഥികളെയും തട്ടിപ്പ് സംഘത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരുമ്പാവൂർ സ്വദേശിക്കായി അന്വേഷണം ഊർജിതമാക്കി. തട്ടിപ്പിനായി കൊച്ചിയിൽ മാത്രം കണ്ടെത്തിയത് 300 അക്കൌണ്ടുകളാണ്. തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം പിൻവലിച്ചു നൽകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കമ്മീഷൻ ലഭിക്കും. കോളേജുകൾ കേന്ദ്രീകരിച്ച വിദ്യാർത്ഥികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. കൂടുതൽ വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾക്ക് അറിയുന്നില്ല ഇവർ ഇത്തരത്തിലുള്ള അവർ കൊടുക്കുന്ന അക്കൌണ്ടുകൾ വലിയ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നത്.
അപ്പോൾ കൂടുതൽ കുട്ടികൾ ഇതുപോലെ അക്കൗണ്ട് എടുത്തു കൊടുക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കണമെന്നതാണ് പ്രധാനമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. ഓപ്പറേഷൻ സൈഹണ്ടിൽ ഇന്നലെ മാത്രം 263 പേരാണ് സംസ്ഥാനത്ത് അറസ്റ്റിലായത്. 382 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ന്യൂസ് 18 കൊച്ചി. ബീഹാറിൽ പടയൊരുക്കം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി NDA സഖ്യവും. യുവാക്കൾക്കായി 1 കോടി തൊഴിലവസരം സൃഷ്ടിക്കുമെന്നാണ് വാഗ്ദാനം. നൈപുണ്യ അധിഷ്ഠിത തൊഴിൽ നൽകുന്നതിനായി നൈപുണ്യ സെൻസസ് നടത്തും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുമെന്നും പ്രകടന പത്രികയിൽ പ്രഖ്യാപനമുണ്ട്. വനിതാ ശാക്തീകരണത്തിനും കർഷകക്ഷേമത്തിനും പ്രകടന പത്രിക ഊന്നൽ നൽകുന്നു. മുഖ്യമന്ത്രിയുടെ വനിതാ തൊഴിൽ പദ്ധതിയിലൂടെ സ്ത്രീകൾക്ക് 2 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യും. ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയിലെ 2ാം മത്സരത്തിൽ കങ്കാരു പടയ്ക്ക് 4 വിക്കറ്റ് ജയം. ഇന്ത്യ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസീസ് 13.2 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ത്യൻ നിരയിൽ അഭിഷേക് ശർമ്മയും ഹർഷിത് റാണയും ഒഴികെ മറ്റെല്ലാവരും ഓസീസിന് മുന്നിൽ ബാറ്റ് വെച്ച് കീഴടങ്ങിയായിരുന്നു. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഓസീസ് മുന്നിലെത്തി. ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. നോക്കാം സ്വർണ്ണ-വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,245 രൂപ, പവന് 89,960 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,285, പവന് 74,280 രൂപയും. വെള്ളി ഗ്രാമിന് 160 രൂപ, കിലോയ്ക്ക് 1,60,60,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പൂർണ്ണമാകുന്നു ലൈവ് 6 ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.